ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം നാം ഓരോ ദിവസം തോറും മുൻപോട്ട് നമ്മുടെ യാത്രകൾ തുടരണം. ദൈവത്തിൻ്റെ തിരുഹിതപ്രകാരം നാം യാത്രകൾ തുടരാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണമായി തീരുവാൻ ഇടവരും. എന്താണ് ദൈവത്തിൻ്റെ തിരുഹിതം? ദൈവം നമുക്ക് തന്ന പ്രമാണം, തിരുവെഴുത്തുകളെ അടിസ്ഥാനം ആധാരമാക്കി നാം ഓരോ ദിവസം തോറും നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് ജീവിതത്തിൻ്റെ ഓരോ വഴികളിലും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ് മുൻപോട്ടുള്ള യാത്ര ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ തിരുഹിതത്തിനൊത്തവണ്ണം നമ്മുടെ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ക്രിസ്തുവിൽ ആകണമെങ്കിൽ, ആയിത്തീരണമെങ്കിൽ ക്രിസ്തുവിൻ്റെ തിരുഹിതം ഒരു ദൈവവൈതൽ ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ടത് അത്യന്ത ആവശ്യമാണ്. ദൈവഹിതം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ദൈവഹിതത്തിന് ഒത്തവണ്ണം ഒരു സമർപ്പണത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കത്തുള്ളൂ. ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു മനസ്സുണ്ടായിരിക്കണം, അങ്ങനെ ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. ആ സമർപ്പണത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ തിരുഹിതവും ജീവിതത്തെ മുൻപോട്ട് കാഴ്ചവെച്ച് പുതിയ വഴികളിൽ കൂടെ നടക്കുവാനും ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ പൂർണ്ണമായ നല്ല ഒരു ജീവിതം തിരഞ്ഞെടുത്ത് അതിൽ പൂർത്തീകരിക്കുവാനും ഇടവരും. നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാൽച്ചുവടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തൂടെ ജീവിതത്തിൽ ഓടി ജയമെടുക്കുവാൻ ഇടവരുമെന്ന് ഈ നിമിഷങ്ങളിൽ ഓർപ്പിക്കട്ടെ. തെരഞ്ഞെടുപ്പിൻ്റെ 2ാമത്തെ ഭാഗം കർത്താവ് പറഞ്ഞു, സഹോദരന്മാരെ, ദൈവത്തിൻ്റെ മനസ്സലിവ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എന്തെന്നാൽ നിങ്ങളെ ബുദ്ധിയുള്ള ആരാധനയായി ഇവനും വിശുദ്ധിയും ഉള്ള ഒരു ആരാധനയായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവഹിതം ഇന്നത്തെ തിരിച്ചറിഞ്ഞ് മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടണം. ത്തിനുള്ളതിന് അനുരൂപരാകരുത്. ഈ ലോകത്തിനുള്ളതിനെ വേർപെട്ടുകൊണ്ട് നല്ലൊരു ജീവിതം, നല്ലൊരു ആരാധന പുരുഷനായ ക്രിസ്തുയേശുവിനെ ആരാധനയ്ക്കകത്ത് വെളിപ്പെടും. ആരാധനയിലെ പുരുഷനായ ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ കൂടെ ഈ ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുവാൻ സാധിക്കുമെന്ന് ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നാളും നിലനിൽക്കും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ഉള്ളത് താൽക്കാലികം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു മാറിപ്പോകും. ദൈവത്തിൻ്റെ തിരുവെഴുത്തുകൾക്ക് ഒന്നും മാറ്റം വരികയില്ല. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ തിരുവെഴുത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ഇതിലേക്ക് ഓരോ ദിവസം തോറും കടന്നു വന്ന് കാലങ്ങൾ കടന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ ഒരു ദിവസത്തിലേക്ക് നമ്മെ എത്തിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് പ്രസാദകരമായ നല്ല ഒരു ജീവിത യാത്ര തിരഞ്ഞെടുത്ത് മുൻപോട്ട് ലക്ഷ്യസ്ഥാനത്തിൽ ഓടി ജയമെടുക്കുവാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് കേൾവിക്കാർക്ക് അനുഗ്രഹമാക്കി തീർക്കട്ടെ.